ഹായ് ഹായ് പറു. ഹായ്. ഹായ്. ശബ്ദം കുറച്ച് ബെറ്റർ ആയല്ലോ അല്ലേ? കുറച്ച് ബെറ്റർ ആയി. വെരി ഗുഡ് വെരി അപ്പൊ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. റെഡി അല്ലേ? നമ്മുടെ 2 കണ്ടസ്റ്റന്റ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. 2 കണ്ടസ്റ്റന്റ്സ് പറയുമ്പോ ഏത് റൗണ്ട് ആയിരിക്കും? മെഡ്ലേ. യെസ്, അപ്പൊ വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം യശ് ആൻഡ് അർച്ചന. ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. அந்தி மழை பொழிகிறது, ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. நீந்திரும் தோட்டத்து முந்திரியே, மன்மத நாட்டுக்கு மந்திரியே. அந்தி மழை பொழிகிறது, ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. கைவீசிடும் தென்றல், கண்மூடிடும் மின்னல், இது கனியோ கவியோ அமுதோ சிலை அழகோ. பண்பாடிடும் சந்தம் உன்னாவினில் சிந்தும், அது மழையோ புனலோ நதியோ கலை அழகோ. மேகம் ஒன்று நேரில் இங்க வாழ்த்த வந்ததடி, தாகம் கொண்டு பூமி நெஞ்சில் சேர்த்து கொண்டதடி. இது தொடரும் வளரும் மலரும், இனி கனவும் நினைவும் முனையே தொடர்ந்திடும். காதல் கவிதைகள் படித்திடும் நேரம் இதழோரம், இனி காமன் கலைகளில் பிறந்திடும் ராகம். புதுமோகம் இதயம் இடம் மாறும், இளமை பரிமாறும், அமுதும் வழிந்தோடும், அழகில் கலந்தாடு இதம் தரும். காதல் கவிதைகள் படித்திடும் நேரம் இதழோரம், இனி காமன் கலைகளில் பிறந்திடும் ராகம். புதுமோகம் ആഹാ മനോഹരം, വെരി നൈസ്.
അടിപൊളി അടിപൊളി സൂപ്പർ. യശ് ആൻഡ് അർച്ചന. ഹലോ. സൂപ്പർ. നിങ്ങൾ മുന്നേ ഡുവറ്റിൽ വന്നിട്ടുണ്ടായോ? ഫസ്റ്റ് ഷെഡ്യൂൾ. ഓ, ഈ ഫസ്റ്റ് ഡുവറ്റിൽ വന്ന കുറെ പേയേഴ്സ് വീണ്ടും വന്നിട്ടുണ്ട്. ഇവർ ആദ്യത്തെ ഡുവറ്റ് പെർഫോമൻസിൽ ഇവർ ഒന്നിച്ചായിരുന്നു. Again. Yeah. ചോദിക്കാം MG സർ. സൂപ്പർ. നല്ല രസമായിരുന്നു യാഷ്. ആഹാ, ആ ശബ്ദവും എന്താണ് ആ നിയന്ത്രണം, പാടുന്നതിലുള്ള നിയന്ത്രണം, കൺട്രോൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആദ്യം തൊട്ട് അവസാനം വരെ. അതുപോലെ തന്നെ അർച്ചന ആദ്യത്തെ നന്നായിരുന്നു. സെക്കൻഡ് പോർഷൻ, സെക്കൻഡ് ഏത് പാട്ടായിരുന്നു? പൂങ്കതവേ. അത് ജസ്റ്റ് ഒന്നുകൂടെ പാടാം. ജസ്റ്റ് ഒരു അടുത്ത അവിടെ ആ പോർഷൻ ആ നോട്ട് ഷാർപ്പാണ്. മംഗളവാഴ്ത്തോലി ഗീതം അവിടെ കുറച്ച് ഒരു പെർഫെക്ഷൻ പറഞ്ഞായിരുന്നു. പക്ഷെ പാട്ടുകളെല്ലാം തന്നെ നല്ല സിങ്ക് ആയിപ്പോയി. നല്ല രസമായിരുന്നു കേൾക്കാൻ. ടോട്ടലി നല്ല ഒരു സുഖം ഉണ്ടായിരുന്നു. നന്നായിരുന്നു. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ശരത് സർ. യശ്, അർച്ചന. കാരണം രാജാ സാറിൻ്റെ ഒരു 3 പാട്ടുകളുടെ ഒരു പാക്കേജ് വണ്ടർഫുൾ. അവസാനത്തെ മാത്രം ഒരു ഇച്ചിരി ടെമ്പോ കൂടിയപ്പോൾ ഒന്ന് ഞങ്ങളൊന്ന് എണീച്ചിരുന്ന് റെഡിയായിട്ട്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒരു ഏകദേശം ഒരേ സ്വഭാവമുള്ള പാട്ടുകളാണ്. അപ്പം ഇത് മെറീന ബീച്ചിൻ്റെ അടുത്തുകൂടെ വൈരമുത്തു സാറ് നടന്നപ്പോൾ ആ മഴ, അവിടെ പെയ്ത മഴയിൽ ആ ഓരോ തുള്ളിയിലും അദ്ദേഹം പ്രേമിക്കുന്ന ആ മുഖം കണ്ടു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞറിയാം കേട്ടോ. ഇതിന് അവസാനം നേരിട്ട് വൈരമുത്തു സാർ എന്നെ തെറി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. പന്തിമഴை പൊഴിகிறது, ഒവ്വൊരു തുള്ളിയിലും ഉന്മുഖം തെരിகிறது. അത് ഒരു പ്രേമത്തിൻ്റെ വേറൊരു തലമാണല്ലേ. അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം ഷാനെ. വെള്ളിലിറങ്ങി മഴ നടക്കുമ്പോൾ എല്ലാത്തിലും ഭാര്യമാരുടെ മുഖം കണ്ടാൽ പേടിച്ച് ഓടിഞ്ഞു. ഓരോ മുഖം അല്ല, ഒരു മുഖം അല്ല, അങ്ങനെ അത്രയും ഭാര്യമാരുണ്ട്. അങ്ങനെ ഓരോ കുട്ടികളുടെ അങ്ങനെ. അല്ലെങ്കിൽ അന്തിമഴ എന്ന് പറഞ്ഞാൽ അതിനൊരു ബെൻഡില്ലേ? അന്തിമഴை പൊഴിகிறது, ஒவ்வொரு துளியிலும் உன்முகம் தெரிகிறது. അത് കുറച്ചും കൂടെ സുഖിപ്പിച്ച് പാടാം. ഒവ്വൊരു തുള്ളിയിലും കേട്ടോ. ചക്കര ലൈറ്റ് ഹൗസേ നന്നായിട്ട് പാടി കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പക്ഷെ ഇന്നൊരു സന്തോഷം കണ്ടില്ല. ഹാപ്പിയാണ്. അല്ല, എപ്പോഴും ഉള്ളതുപോലെ എനിക്ക് അത് അത്രയ്ക്കൊരു ആ വൈബ് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ചോദിച്ചത്. സത്യമാണത്. കാര്യം എനിക്ക് യഷിനെ കുറെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. യഷേ, മേഘമൊன்று നേരിൽ അതൊന്ന് പാടാമോ? മേഘമൊன்று നേരിൽ ഇങ്ക അല്ല, ഇങ്ക്. മേഘമൊன்று നേരിൽ ഇങ്ക് നോ വൈ യു ഇങ്ക് വാഴ്ത്ത വന്നതടി. അതുപോലെ കാതൽ കവിതകൾ പഠിച്ചിടും നേരം ഇതഴോരം ഒന്ന് പാടാമോ? അത് കാതൽ കവിതകൾ പഠിത്തിടും നേരം ഇതഴോരം ഇനി കാമൻ കലകളിൽ പിറന്നിടും രാഗം പുതുമോഹം இதயம் இடமாறும் இளமை பரிமாறும் அமுதும் வழிந்தோடும் அழகில் കലന്താരം. ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആണ്. ആ ഒരു ഓസിലേഷൻ എന്ത് അർത്ഥമാണുള്ളത്. ബ്യൂട്ടിഫുൾ ഗീതം എന്നുള്ളത് അത് ഒരു ബെൻഡിന് കുറച്ചും കൂടെ സമയമെടുത്തോ. മംഗളവാഴ്ത്തോലി ഗീതം
അത്രയും മുമ്പേ കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല. മംഗള മംഗളവാഴ്ത്തോലി ഗീതം പൂങ്കത. ഓക്കെ, പിന്നെ നമ്മുടെ കോറസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു, വണ്ടർഫുൾ. അപ്പൊ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. താങ്ക് യു സർ. താങ്ക് യു ചേച്ചി. യഷ് ആൻഡ് അർച്ചന, മാം സൂപ്പർ സെലക്ഷൻ ഓഫ് സോങ്സ്, ഉഗ്രൻ സെലക്ഷൻ. നമുക്ക് രാജാ സാറിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവന്റെ ജീവനാണ് ശരിക്കും. സാറിന്റെ മനോഹരമായ പാട്ടുകൾ, ആഹാ, ഒന്നും പറയാനില്ല. പിന്നെ നിങ്ങളുടെ വോയിസസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ, വെരി Thank you, നൈസ്, ma'am. നല്ല Thank you. സ്മൂത്ത് ആയിട്ട് ma'am. പാടി. എല്ലാ കാര്യങ്ങളും സാർ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം, കുറച്ചുകൂടി ഒരു പ്രസൻസ് ആവും. അന്തിമഴൈ തരരരര 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 അന്തിമഴൈ പൊഴികിരതേ, അത് പെട്ടെന്ന് ഡിമ്മായി പോന്നു. എങ്ങനെ വിഷമോ ദേഷ്യമോ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും പാട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് 100% നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അത് എനർജി, വി ഹാവ് ടു മേക്ക് അവർ സെൽസ് ഹാപ്പി. നമ്മൾ തന്നെ ആ എനർജി ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം ഇനി. അപ്പോൾ വേറൊന്നുമില്ല, നല്ലോണം പ്രസൻസ് കൊണ്ടുവരാം വോയിസിൽ. ഓക്കെ, അതർവൈസ് എല്ലാം നന്നായിരുന്നു. ഗോഡ് ബ്ലെസ് യു ബോത്ത്. നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു താങ്ക് യു ചേച്ചി. ഷാനിക്ക. യഷ് ആൻഡ് അർച്ചന സർ നന്നായിട്ട് പാടി രണ്ടുപേരും. താങ്ക് യു സർ. ആദ്യം തന്നെ പറയട്ടെ, ഉഗ്രൻ സോങ് സെലക്ഷൻ, സീംലെസ് ആയിട്ട് ഒരു സോങ് അടുത്ത സോങ്ങിലേക്ക്, അടുത്തത് ടെമ്പോ ഇച്ചിരി ഒന്ന് കുറച്ച് കൂടി, അപ്പോൾ മാത്രം ചെറിയൊരു ജമ്പ് ഫീൽ ചെയ്തു. അതർവൈസ് ഓൾമോസ്റ്റ് ഒരു സെയിം ഫാഷനിൽ പോകുന്ന ഒരു 3 സോങ്സ് ആണ്. നല്ല സെലക്ഷൻ, വെരി ഗുഡ് സെലക്ഷൻ. അർച്ചന പാടി തുടങ്ങിയിട്ട് തെരികരുതായപ്പം ഞാൻ വിചാരിച്ചു, ഓഹ്, അവൾക്കൊരു ഒരു ഹാഫ് നോട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ നോട്ട് അവൾക്ക് കൂട്ടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ മൂന്നാമത്തെ പാട്ട് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളത്. കാരണം അത് ഭയങ്കര ഹൈ അല്ലേ, അല്ലേ? ആ ബിഗിനിങ് പോർഷൻ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ എനിക്ക് ആ തെരികരുത് ഒന്ന് ആ ഒരു നോട്ട്സ് ഒന്ന് ഡിഫൈൻ ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇച്ചിരി കൂടെ സന്തോഷമാവാം. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ലവ് സോങ്സ് ആണ്, ഹാപ്പി സോങ്സ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആവാം, കുറച്ചുകൂടെ സന്തോഷമാവാം എന്ന് എനിക്ക്. ആ ഒരു ഇമോഷൻ നമ്മൾ കണക്ട് ചെയ്യണമല്ലോ, കണക്ട് ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടെ ആവാം, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് ഉണ്ട്. റെസ്റ്റ് ഓൾ ഗുഡ് കേട്ടോ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ശരത്തേട്ടൻ പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. യഷിനി പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു മാം. ശരത് സർ. യഷ് സർ. 9 മാർക്സ്. താങ്ക് യു സർ. ഷാനിക്ക. 9. Thank you, ഓക്കെ, സോ ടോട്ടൽ 27. ഓക്കെ, ഇനി അർച്ചനയുടെ മാർക്ക്. ചേച്ചി. അർച്ചനയ്ക്ക് ഈ പെർഫോമൻസിന് 8.8. താങ്ക് യു ശരത് സർ. 8.8. താങ്ക് യു സർ. ഷാനിക്ക. 8.8. താങ്ക് യു എം ജി സർ. കോളി മാത്രമല്ല, ഇവിടെ കോപ്പി ഇടിക്കുക. എം ജി സർ. വളരെ നേരത്തെ എഴുതി വെച്ചു, ആ. നല്ല പഞ്ചാര മാർക്ക്. താങ്ക് യു ഓക്കെ, സർ. സോ ടോട്ടൽ 26.4. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി നമ്മൾ ലയം ചലഞ്ച് റൗണ്ടിലേക്കാണ് പോകുന്നത്. പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം അർജുൻ. അവന്റെ മാസിന് ഒരു കുറവുമില്ല ഷാനിക്ക. അർജുൻ ഹേ പാർന്നൊക്കെ ഒറ്റടിയെന്നാണ്. എന്താടാ ഒരു ലൈൻ മറന്നുപോയി. പക്ഷെ അത് മറന്നു പോയത് നമ്മൾ ക്ഷമിക്കും. അതെ, പക്ഷെ നീ അതിനെ റീപ്ലേസ് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, എന്താടാ ഒരു വാക്ക് മിണ്ടാതടാന്ന്. ഒരു പാട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പാട്ട് ഉണ്ണികളെ ഒരു കഥ പറയാം. പോയപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു വാക്ക് മനസ്സിൽ കുഞ്ഞാടുകൾക്ക് എന്തായിരുന്നു, കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഒരു വാക്ക് മിണ്ടാതെടാ. എന്ത് ബന്ധം? പോയി പണി ഇവൻ ആ കരാട്ടിന്റെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോ തൊട്ട് ഇവൻ ഔട്ടാണ്. റിലേ പോയി. ചോദിക്കാം. ശരത് സാർ. കൊടു വടയഞ്ചായ ഒരു വാക്ക് മിണ്ടാതെ. ഒരു വാക്ക് മിണ്ടാതടാ. നീ സാറിനെ നോക്കിയാണോ അത് പറഞ്ഞേ? അതാ നീ നിന്റെ മനസ്സിൽ ഞാനായിരുന്നു. അപ്പൊ പൊക്കി എടുത്തിട്ട് ഇരിക്കുന്നതന്നെ. അല്ല, സാർ അവിടെ പെണ്ണെടുത്ത് എഴുതാൻ പോയപ്പോഴാ പെട്ടത് ഒരു വാക്ക് മിണ്ടാതടാ. അല്ല ഇവന്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോഴേ അറിയാം പെശകാന്ന്.
കാര്യം ആ താളം വിട്ട് അങ്ങ് പോയി അന്തം വിട്ട്. അത് പാറും എൻ്റെ അടുത്ത്. ആർക്ക് ഓങ്ങണ്ണായി പോയി ഇവന്റെ പോക്ക് കണ്ടിട്ട്. അത് കുഴപ്പമില്ല, അതൊന്നൊരു ഇഷ്യൂ അല്ല. അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ സന്തോഷമാകാമായിരുന്നു. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സന്തോഷം വേണ്ടേ? വേണം സാർ. അപ്പൊ അത് സന്തോഷത്തോടെ ഒന്ന് പാടിയേ കേക്കട്ടെ. ഈ ഉണ്ണിയെ നോക്കി പാടിക്കോളൂ. ചുമയുള്ള ഉണ്ണി, ചുമക്കുന്ന ഉണ്ണി. ഉണ്ണികളെ അത്ര വേണ്ട. ഒരു കഥ പറയാം, മോനെ, ഇപ്പൊ മുഖത്ത് മാത്രമേ ഉള്ളൂ സന്തോഷം. പുല്ലാങ്കുഴലിൻ കഥ പറയാം, കഥ പറയാം. അത് നീ ഒന്ന് ചിരിക്ക്. നീ ഇതെന്തോന്ന് എടാ ചിരിക്കടാ എന്നെ നോക്കി. കഥ പറ അങ്ങനായി. ഇല്ല സാർ. കഥ പറയാം, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, ചിരിക്ക്. എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ആ കൂട്ടിലൊക്കെ ഒരു നല്ലതാവട്ടെ. കൂട്ടിൽ കൂട്ടിൽ. അത് കൂട്ടിൽ നിന്ന് ഇപ്പൊ എന്തോ നഷ്ടപ്പെട്ട പോലെ നീ നിന്ന് പാടുന്നത്. അതൊരു സന്തോഷത്തോടെ പാട്. ഓക്കെ സാർ. പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ അതൊന്ന് പാടാമോ? ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ, ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം, ഉള്ളിന്റെ ഉള്ളിലെ ഓടാതെ, ഓടാതെ, നോവിന്റെ ഓടാതെ. നൊമ്പരം. റിലാക്സ് ആയിട്ട് പാട്. കൂളായിട്ട് പാട്. ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൻ സംഗീതമായി. ഉള്ളിന്റെ ഉള്ളിലെ നോവിന്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമായി എന്നാണോ? ഒരു നാളിൻ സംഗീതമായി. നാളിൻ. നാളിൻ. ആ. എന്ത് എഴുതിയേക്കുന്നത്? എല്ലാം എഴുതിയിരിക്കണേ. അയ്യോ, എഴുതിയേക്കുന്നത് നാളിലാണ്. നാളല്ല സാർ. ഒരു നാളിൽ സംഗീതമായി എന്നാണ്. അത് രണ്ടിനും രണ്ട് ഫീല് വരും. അതുകൊണ്ട് അത് ഒന്ന് ചോദിച്ചേ ഉള്ളൂ. ഓക്കെ സാർ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു വാക്ക് മിണ്ടാതെടാ ലൈനാണ്. അത് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു മനസ്സിൽ. ബിച്ചു സാർ അത് എങ്ങനെ എഴുതി എന്നുള്ളതാണ്. ഞങ്ങൾ അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. അത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഭീകരമായിട്ടുള്ള സംഭവം സംഭവിച്ചു. ഇതിൻ്റെ ഞങ്ങൾ ചിരിച്ചോണ്ടിരുന്നതുകൊണ്ട് മഞ്ചരിക്ക് സമം കിട്ടിയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ചിരിയിൽ മഞ്ചരി അതിനകത്ത് മുങ്ങിപ്പോയി. എന്നാൽ നീ അതെന്തൊരു നിപ്പായിപ്പോയി നിന്നത്. അത് കുഴപ്പമില്ല. അത് പക്ഷേ അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ എന്താണ്ടൊക്കെ മനസ്സിലാണല്ലേ? ഇല്ല സാർ, ഇല്ല സാർ. അപ്പം അത് സന്തോഷത്തോടെ പാട്. അപ്പോഴേ നമുക്ക് ഇങ്ങോട്ട് എത്തത്തുള്ളൂ. അപ്പം എന്തൊക്കെയാലും ഇത് കുറേയും കൂടെ ശരിയാക്കണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഓക്കെ സാർ. എന്തൊക്കെയാലും ഇനി പിടിക്കുക കേട്ടോ, കൃത്യമായിട്ട് റെഡിയാക്കാം സാർ. ഓക്കെ കഴിഞ്ഞു. ചേച്ചി. നല്ല പാട്ട് സെലക്ഷൻ. താങ്ക് യു. എല്ലാ കാര്യങ്ങളും ഒന്നു മുതൽ അവസാനം വരെ ഒന്നും വിടാതെ എല്ലാം ശരത് സർ പറഞ്ഞു കഴിഞ്ഞു. യെസ്, അതുകൊണ്ട് ഇനി തൃപ്തിയായല്ലോ. തൃപ്തിയായി. ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല. ഞാൻ പ്രതീക്ഷിച്ചു, എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലായോ ആ താളം ഒന്ന് കറക്റ്റ് ആയിക്കോട്ടെ എന്നുള്ളത്. പെട്ടെന്ന് ആ വരി തെറ്റിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും കൂടി ചിരിക്കാൻ തുടങ്ങി. എന്റെ ശ്രദ്ധയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയി. എന്തിനാ ചിരിച്ചത്? അപ്പോഴത്തേക്ക് ഉണ്ണികളെ എന്ന് പറഞ്ഞ് തുടങ്ങുകയും ചെയ്തു. എന്നാലും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. എനിക്ക് തോന്നിയത് എന്താ അറിയോ, ഇതിന്റെ ഇടയിലൊക്കെ മോന് ത്രൂ ഔട്ട് ആ മ്യൂസിക് ഇല്ലാതെ പാടുമ്പോൾ ആ ചരണത്തിൽ തുടങ്ങിയ സമയം മുതലേ താളം ഇങ്ങനെ മാറി 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 പോകുന്നുണ്ട്. അത് തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ താളത്തിലാണോ എന്നുള്ളത് ആലോചിച്ച് വേണം പോവാൻ. ഇത് തുടങ്ങുമ്പോഴേ ഇങ്ങനെ മാറി 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 പോകുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ താളം കയ്യിലോ കാലിലോ ഒന്നും ഇടുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ ആലോചിച്ച് പോവാണ്. സംഗതികളില്ലേ ചരണത്തില്, ആ സംഗതികളുടെ സ്പീഡ് മാറുന്ന അനുസരിച്ച് മോന്റെ താളം അങ്ങ് മനസ്സിന്ന് സ്ലിപ്പാവാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ആ ഗ്രിപ്പില് വന്നേനെ. ഇത് അവിടുന്നേ പോയപ്പോഴത്തേക്ക് ഞാൻ ദൈവമേ ഇതെങ്ങനെ പിടിക്കും. പിന്നെ ബ്രില്യൻ്റ് ആയിട്ട് അവിടെ വായൊക്കെ റെഡിയാക്കി വെച്ച് നിന്നു. ഇപ്പൊ തുടങ്ങും. അർജുൻ കുറച്ചുകൂടെ ശരിയാക്കണം. കുറച്ചുകൂടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡേഞ്ചർ സോണിൽ എത്തിയ സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, കുറച്ചുകൂടി ഒന്ന് പരിശ്രമിക്കാനുണ്ടെന്നുള്ളത്. അത് കുറച്ചുകൂടെ ആവശ്യമുണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാം. ഇത് ഫുൾ മോൻ പാടുമ്പോഴൊക്കെ ഒരു സ്റ്റഡി അല്ല പാട്ട്, ഇങ്ങനെ വരച്ച പോകുന്നത്. കുറച്ചുകൂടെ ഒന്ന് സ്റ്റഡി ആവണം. കുറേ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നന്നാവട്ടെ. എന്താ പറയൂ. ഒരു വാക്ക് മിണ്ടാമോ? എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം ഞാൻ പറയട്ടെ. മൊത്തത്തില്
ഈ പാട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. കുറച്ചുകൂടെ ഫീൽ ആവാമായിരുന്നു. കാരണം അങ്ങനെ അതുപോലത്തെ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സോങ് ആണ്. ഇതെനിക്കൊന്ന് അർജുൻ കുറച്ചുകൂടെ ടെക്നിക്കലി ആണോ ഈ പാട്ടിനെ സമീപിച്ചത് എന്നെനിക്കൊരു സംശയമുണ്ട്. മീൻസ് പ്ലാൻസ് സംഗതി മറ്റേന്ന് അത് അതിലേക്കാണോ കൂടുതൽ ശ്രദ്ധ പോയത് എന്നെനിക്കൊരു സംശയം. ഈ പാട്ട് എന്ന് പറയുന്നത് ഫീലാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ദാസർ ഇതിന് കൊടുത്തിരിക്കുന്ന ഫീൽ എന്ന് പറയുന്നത് അന്യായ ഫീലാണ്. വിഷ്വൽ കണ്ടിട്ടുണ്ടോ? പടം കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. ഇതൊക്കെ കാണേണ്ട പടങ്ങളാണ്, ക്ലാസിക്സ് ആണ് ഇതൊക്കെ. എന്തായാലും കാണണം പടം. ഓക്കെ. പാട്ടിനോടുള്ള അപ്രോച്ച് കുറച്ചുകൂടി ടെക്നിക്കലായി പോയി. ആ ഒരു സോൾ മിസ്സിംഗ് ആയിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ സർ. ഞാൻ അത് ശരത്തേട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ്. ശരത്തേട്ടൻ പറഞ്ഞാൽ ഇവിടെ എവിടെയോ കിടന്ന് കറങ്ങാമെന്ന് പറഞ്ഞു. മീൻസ് അത് ഇങ്ങോട്ടേക്ക് എത്തണം. അതാണല്ലോ ആ ഒരു പാട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പാട്ടുകാരൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണല്ലോ, പാടുന്നത് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ പുതിയ വന്ന ലിറിക്ക് നനന മതിയായിരുന്നടാ, ഒരു വാക്ക് മിണ്ടാതടാന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിപ്പോയി, ഔട്ട് ഓഫ് റേഞ്ച് ആയിപ്പോയി. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. അർജുൻജി സർ നന്നായിരുന്നു. ഇവരൊക്കെ പറഞ്ഞല്ലോ, ഇവരൊക്കെ ആവോളം ഇട്ട് ഊതി അല്ലേ. എന്തായാലും ആ വരി വായിൽ വന്ന് അങ്ങ് പാടി. എന്നാലും ഇച്ചിരി കടുങ്കൈ ആയിപ്പോയി, കുഴപ്പമില്ല. ഞാൻ ഷാൻ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം ഈ പാട്ട് മൊത്തം ഒരു ഫീലാണ്. പ്രത്യേകിച്ച് ദാസേട്ടൻ പാടി വെച്ചിരിക്കുന്ന ഒരു അതിൻ്റെ ഒരു ഒഴുക്ക്, ആ ഒഴുക്ക് ഈ പാട്ടിൽ വന്നില്ലെങ്കിൽ ആര് പാടിയാലും ശരിയാവില്ല. കാരണം പല പാട്ടുകളും ദാസേട്ടൻ്റെ പാട്ടുകൾ പലരും ഒപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത് ഔസേപ്പച്ചൻ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ, അദ്ദേഹം ഭാവത്തിൻ്റെ രാജാവാണ്. ഭാവം മാത്രം മതി. ഇത്തിരി ശ്രുതി പോയാലും അങ്ങനെ ഓട്ടോ ട്യൂൺ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ഭാവം വേണം. അപ്പം ഈ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഉണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ആ ഒരു ലാളിത്യം, ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി, അത് കുറച്ചുകൂടെ കൊണ്ടുവരണം. ഈ പാട്ടിലെന്ന് മാത്രമല്ല, ഇനി ഏത് പാട്ടെടുത്തു കഴിഞ്ഞാലും ആ പാട്ടിൻ്റേതായിട്ടൊരു ഭാവം അതിനകത്ത് ആ മ്യൂസിക് ഡയറക്ടറും പാടിയ ആളും അതിനകത്ത് കൊടുത്തിരിക്കും. അത് നമ്മൾ എടുക്കാൻ നോക്കുക. അത് അനുകരിക്കാനല്ല, അതിനെ അനുഗമിക്കാൻ നോക്കുക. അതുപോലെ തന്നെ പാടാൻ ശ്രമിക്കുക. മോൻ്റെ സ്വന്തം സ്റ്റൈലിൽ പാടാൻ ശ്രമിക്കുക. ഓക്കെ സർ. പിന്നെ ഇത് കൈവിട്ടു പോയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. പോയത് പോയി. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ട ആ ഊ എന്ന് പറഞ്ഞ നിന്ന സ്ഥലമുണ്ടല്ലോ, അത് കാര്യക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഷാനിക്ക. അർജുൻ സർ 8.5. താങ്ക് യു സർ. ശരത് സർ 8.5. താങ്ക് യു സർ. ചേച്ചി. അർജുൻ 8.5. താങ്ക് യു മാം. എം ജി സർ. വളരെ ഭാവാത്മകമായിട്ട് താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 25.5. ഓക്കെ, നമുക്കൊരു പെർഫോമൻസ് റൗണ്ടിലേക്ക് പോവാം. അടിപൊളി. ഓക്കെ, വെൽക്കം ശിവാനി. ഹലോ സാർ. ഹലോ, ശരണാലയത്തിൽ നിന്നായിരുന്നേ. ആ ഇന്നാണ് സാറിന്റെ അമ്മയുടെ ബർത്ത്ഡേ. അമ്മ കാത്തിരിക്കുക, സാർ വരില്ലേ? പിന്നെ മാസം കാശ് തരുന്നതും പോരാ, ഇനി തള്ളയുടെ ബർത്ത്ഡേക്ക് ഞാൻ കെട്ടിയെടുക്കണം പോലും. അത് പോയടി വെച്ചിട്ട് അവിടെ എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി ഉള്ള ബർത്ത്ഡേ വെച്ചിട്ട് പോകും. ഹലോ സാർ. ഹലോ. ചിരിയോ നിന്നും പരച്ചിരിയിൽ പിറന്നാൾ പിറയൂ, തുടിതുടിയോ നീ തുടുതുടി തുടുക്കുന്ന തിരുവാതിരയോ, പെണ്ണിൻ കുനുകുന ചിഹ്നം കുറുനിര കഴുകന്റെ മുത്താര മുത്തായ മുത്തുമലർക്കാറ്റേ. ചിരിയോ നിന്നും പരച്ചിരിയിൽ പിറന്നാൾ പിറയൂ, തുടിതുടിയോ നീ തുടുതുടി തുടുക്കുന്ന തിരുവാതിരയോ, പെണ്ണിൻ കുനുകുന ചിഹ്നം കുറുനിര കഴുകന്റെ മുത്തായ മുത്തായ മുത്തുമലർക്കാറ്റേ.
അരെ വാ. പറയാതെ അറിയാതെ നിൻ തണലായി നിൽപ്പൂ ഞാൻ പാടി പാൽക്കനവിൽ താലോലം. പറയാതെ അറിയാതെ നിൻ തണലായി നിൽപ്പൂ ഞാൻ പാടി പാൽക്കനവിൽ താലോലം. ഒരു നേരം കാണാതെ ഉള്ളിലുറങ്ങില്ല അറിയും ഞാൻ ഇന്നും നിൻ വാത്സല്യം. ഒരു നേരം കാണാതെ ഉള്ളിലുറങ്ങില്ല അറിയും ഞാൻ ഇന്നും നിൻ വാത്സല്യം. നീ എന്തു പറഞ്ഞാലും പുന്നാര മല്ലിമല കാട്ടി. ചിരി ചിരിയൂ നിന്നും ഒരു ചിരിയിൽ പിറന്നാൾ പിറയൂ. തുടി തുടിയോ നീ തുടു തുടി തുടുക്കുന്ന തിരുവാതിരയോ. പെണ്ണിൻ കുരുകുനി ചിന്നം പാതിര തടുകിന്റെ മുത്താറ് മുത്തായ മുത്തുമലർ കാട്ടി. അഴകോടെ അറിവോടെ നിൻ നിഴലായി നിൽപ്പൂ ഞാൻ കേൾക്കാതെ കേൾപ്പൂ നിൻ താരാട്ട്. അഴകോടെ അറിവോടെ നിൻ നിഴലായി നിൽപ്പൂ ഞാൻ കേൾക്കാതെ കേൾപ്പൂ നിൻ താരാട്ട്. കൺമണി നീ വാഴേണം എന്നും നീ എന്നരികിൽ വളരണം. കണ്ണെത്തും ദൂരത്ത് കൺമണി നീ വാഴേണം എന്നും നീ എന്നരികിൽ വളരണം. നീ എന്തു പറഞ്ഞാലും ഇന്നൊരന്നാര പൊന്നാര മല്ലിമല കാട്ടി. ചിരി ചിരിയോ നിന്നും ഒരു ചിരിയിൽ പിറന്നാൾ പിറയോ. തുടി തുടിയോ നീ തുടു തുടി തുടുക്കുന്ന തിരുവാതിരയോ. പെണ്ണിൻ കുരുകുനി ചിന്നം കുറുനിര തഴുകന്റെ മുത്താര മുത്തായ മുത്തുമലർ കാട്ടി. ചിരി ചിരിയോ നിന്നും ഒരു ചിരിയിൽ പിറന്നാൾ പിറയോ. തുടി തുടിയോ നീ തുടു തുടി തുടുക്കുന്ന തിരുവാതിരയോ. ചിരി ചിരിയോ നിന്നും ഒരു ചിരിയിൽ പിറന്നാൾ പിറയോ. തുടി തുടിയോ നീ തുടു തുടി തുടുക്കുന്ന തിരുവാതിരയോ. ചിരി ചിരിയോ നിന്നും ഒരു ചിരിയിൽ പിറന്നാൾ പിറയോ. തുടി തുടിയോ നീ തുടു തുടി തുടുക്കുന്ന തിരുവാതിരയോ. മോളെ അവൻ വിളിച്ചായിരുന്നോ? എനിക്കറിയാം അവൻ വരില്ലെന്ന്. സാരില്ല, പക്ഷേ ഞാൻ ഭാഗ്യവതിയാ. ചുറ്റും നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നെ സ്നേഹിക്കാൻ. ഈ അമ്മയ്ക്ക് അത് മതി. വൃദ്ധസദനങ്ങളുടെയും അനാഥാലയങ്ങളുടെയും അകത്തളങ്ങളിൽ അകപ്പെട്ടുപോയ ആയിരക്കണക്കിന് അച്ഛനമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മക്കൾ ജീവിതത്തിന്റെ ഏതു കനകസിംഹാസനത്തിലിരുന്നാലും കാലം മറുപടി പറയിച്ചിരിക്കും. ശബാഷ്, ശബാഷ്, ശബാഷ്. സൂപ്പർ, നല്ലൊരു മെസ്സേജ്. എവരടി? ശിവാനി ചേച്ചി സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഒരു ഗുഡ് മെസ്സേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് തന്നെ വലിയൊരു ഹാറ്റ്സ് ഓഫ്. അടിപൊളി മെസ്സേജ് ആയിരുന്നു. പിന്നെ എന്തായിരുന്നു എല്ലാരും കൂടെ? ഇതൊക്കെ ആരൊക്കെയാന്ന് നിങ്ങക്ക് വല്ല ഐഡിയ ഉണ്ടാ? ഇല്ല. എനിക്ക് ഒരാളെ മനസ്സിലായി, ശ്രേയയുടെ അമ്മ. അറിയാം, സൈഡിൽ ആ, ശ്രേയയുടെ അമ്മേനെ കണ്ടുപിടിച്ചു. എന്നാ ഇനി അടുത്തത് കൂടെ കണ്ടുപിടിക്കും. തേജസിന്റെ അമ്മയുണ്ട്. ഇല്ല ഇല്ല. ഇതാരാ? ഇത് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. ശിവാനിയുടെ ശിവനന്ദയുടെ ശിവനന്ദയുടെ അമ്മ. Yes. ആ, ഇനി ഇത് നമ്മുടെ ആസ്ഥാന ഡാൻസ്. അതെ, ഇവര് നമ്മുടെ ആൾക്കാരാണ്. അതെ. ഇനി ആ ഡാൻസ് കളിച്ച അമ്മ ആരാന്ന് മനസ്സിലായോ?
ഇല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇവിടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇല്ല, ഒന്ന് ഗസ് ചെയ്. ആ ഒരു ഫേസ്, ഇവിടെ ഉള്ള ഒരാളുടെ ആ അമ്മയാണ്. ഒരു ചിരി. അശ്വതിയുടെ അമ്മയാണോ? ആ നമ്മുടെ അച്ചുവിന്റെ അമ്മയാണത്. ആ അമ്മ പേര് പറ. സുജാത. സുജാത. ആ ഇനി അടുത്തത്. അതും ഇവിടെ ഒരാളുടെ അമ്മയാണോ? ആ ഷടാ, ഇവര് ഈ മുണ്ടുവേഷ്ടി കൊടുത്തിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അല്ലാതെ ഇവിടെ ഹൈറ്റൊക്കെ ചുരിദാറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാരാ. ഓൾറെഡി മുന്നേ ഒരു പെർഫോമൻസിൽ വന്നതാണ്. ആ ഒരു ക്ലൂ തരാം. അർച്ചനയുടെ അമ്മ. ആ, അയ്യോ, ചിരിച്ച് തലയാട്ടിയപ്പോ മനസ്സിലായി, അത് തന്നെ അർച്ചന തന്നെ. പിന്നെ ശ്രേയയുടെ അമ്മ. ഇനി അച്ഛന്മാരെ ഐഡന്റിഫൈ ചെയ്യൂ. ഷോ, സഞ്ജയുടെ അച്ഛൻ. ആ, yes, correct. അശ്വതിയുടെ പക്ഷെ എല്ലാരും സൂപ്പർ ആയിരുന്നു കേട്ടാ. കറക്റ്റ് ആയിരുന്നു. അഭിനയമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ? പിന്നെ എന്തായാലും താങ്ക് യു സോ മച്ച്. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. എം ജി സാർ. ശിവാനി കുട്ടി സാർ. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു നല്ല രസമുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് അറിയാവോ? ഞാൻ പറയാം. കൈതപ്പുറം സാർ, ലിറിക്സ്, ദാസേട്ടൻ, ഗംഗ. ഗംഗ നന്നായിട്ട് പാടുന്നൊരു ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ക്രോണിക് ബാച്ചിലർ. സംഗീതം ദീപക് ദേവ്. ദീപക് ദേവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് രണ്ട് കാര്യം പറയാനുള്ളത്. ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ ഒരു ഹിറ്റ് തന്നൊരു വ്യക്തിയാണ് വേൽമുരുക. പിന്നെ ഇതിനകത്ത് ഞാൻ പാടിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ എല്ലാ പടത്തിലും പാടിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും എല്ലാവരും ലാസ്റ്റിൽ ഗാനമേളയ്ക്ക് അവസാനം ഇത് ജനഗണമന പാടുന്ന പോലെ ഈ പാട്ട് പാടിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകാൻ പറ്റില്ല ഇപ്പോഴും. അപ്പോൾ താങ്ക് യു ദീപു, താങ്ക് യു വെരി മച്ച്. മോള് നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ പറയാതെ അവിടെ വന്നപ്പോഴാണ് മോക്ക് ആരോ പറയാതെ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഒരു ഒരു ചാഞ്ചാട്ടം വന്ന്. അതെന്ത് പറ്റി? അല്ല, അവിടുന്ന് ഇങ്ങനെ നടന്നു പോയി നിന്ന് പാടിയതിന്റെ അവിടെ അതും അപ്പുറത്തെ ചരണത്തിലും വന്നായിരുന്നു സെയിം. അതൊന്ന് കറക്റ്റായിട്ടൊന്നും എടുത്തേ. അതായത് ഇല്ല, പറയാതെ സനി തണലായി നിസ സനി പാ പാടി നിൻ ഇനി ചരണം. ശ്രുതി. കണ്ണെത്തും ദൂരത്ത് കൺമണി നീ വാഴേണം, ഇന്നും നീ എന്നരികിൽ വളരേണം. കണ്ണെത്തും ദൂരത്ത് കൺമണി നീ വാഴേണം, ഇന്നും നീ എന്നരികിൽ വളരേണം. ഓക്കെ 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 ഓക്കെ. ഇടയ്ക്ക് എല്ലാം പാടിയായിരുന്നു. കണ്ണെത്തും, അത് കണ്ണെത്തും തന്നെ വാക്കാണ്. ദൂരത്ത് അങ്ങനെ വല്ലതും പാടിയായിരുന്നു അല്ലേ? കുഴപ്പമില്ല, നല്ല 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 കേട്ടോ, നല്ല. കാരണം നമ്മൾ എവിടെ പാടിയാലും, ഇപ്പൊ ഇവിടെ പാടിയാലും ശരി, ഒരു പ്രോഗ്രാമിന് പാടിയാലും ശരി, ഫില്ല് ചെയ്തങ്ങ് പോകണം, ആരും അറിയരുത്, അത്രേ ഉള്ളൂ. എന്തായാലും ഇത് ശകലം അറിഞ്ഞു, കുഴപ്പമില്ല. എന്തായാലും ഒരു വാക്ക് മിണ്ടാതടാ പാടിയില്ലല്ലോ. അവന് മാത്രമേ പറ്റത്തുള്ളൂ, ദോഷക്കാരന്. മിണ്ടാതടാ. അപ്പൊ എന്തായാലും മോളെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഈ തീം ഒരു ബ്യൂട്ടിഫുൾ തീമാണ്. ഇത് ആരെഴുതിയതാണെങ്കിലും ആരുടെ തലയിൽ ഉദിച്ചതാണെങ്കിലും അത് ഇത്തിരി ടച്ചിങ് ആണ്. എങ്കിലും ഈ പാട്ട് വന്നപ്പോഴത്തേക്ക് അത് കുറച്ചൊരു ഒരു പെപ്പി സോങ് വരികയും കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അതങ്ങ് മാറി. എങ്കിലും അവസാനം ആ വേർഡ് വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു ചെറിയൊരു തുള്ളി കണ്ണുനീര് അവിടെ വീണു. അത് വേണം. ഇത് കേട്ടിട്ടോ കണ്ടിട്ടോ അച്ഛനമ്മമാരെ ബഹുമാനിക്കുകയും അവരാണ് നമ്മളെ വളർത്തിയത്, അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു സർ. ഷാനിക്ക. ശിവാനി സാർ. നന്നായിട്ട് പാടി ശിവാനി. സാർ. എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തു ഒരു ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്തു ശിവാനി.
ഒരു ഭയങ്കര ഒരു എക്സേർഷൻ പോലെ ഫീൽ ചെയ്തു. മെയിനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ഹൈസ് പോകുന്ന പോർഷൻസിലാണ് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തത്. തുടുക്കുന്ന അതല്ലേ എൻ്റെ പല്ലവിയിൽ ഹൈ വരുന്നത്. അതുപോലെ അനുപല്ലവിൻ്റെ മേജർ പോർഷൻസ് ഒക്കെ അവിടെ ഹൈ റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പം അവിടെ കുറച്ചൊന്ന് ശിവാനി സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. ഫസ്റ്റ് ഫോൺ കോൾ തൊട്ട് നമ്മൾ ആ ആക്ടിനകത്തായിരുന്നു, ആ ടെയിൽ എൻഡ് വരെ. ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ശിവാനി. താങ്ക് യു ഷാനിക്ക. ശരത് സാർ. ശിവാനി, സാർ ഒരു അർത്ഥമുള്ള പെർഫോമൻസ്. അച്ഛനെ അമ്മയെ വേദനിപ്പിച്ച ഒരുത്തനും അല്ലെങ്കിൽ ഒരുത്തിയും അതിനുള്ള ശിക്ഷ അനുഭവിക്കാതെ ഇവിടുന്ന് പോകത്തില്ല. എനിക്കത് അറിയാം. ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്ന ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്ന കേൾക്കും നമുക്ക് വലിയ വിഷമമാണ്. കേൾക്കുന്നവർ ഇനിയും മനമാറ്റമെങ്കിലും ഉണ്ടായി അവരെയൊക്കെ ഈ കളഞ്ഞവരെയൊക്കെ ഒന്ന് പോയി കാണുകയെങ്കിലും ചെയ്യണം ദയവ് ചെയ്ത്. ഇത് നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മൾ പറയുകയല്ല. നമുക്ക് പാട്ടിലേക്ക് വരാം. ഈ അനുപല്ലവി മുഴുവനങ്ങ് കയ്യിൽ നിന്ന് അങ്ങ് പോയി. അത് മനസ്സിലായോ? എല്ലാം മുകളിലുള്ള ഏരിയ മുഴുവൻ അത് കൃത്യമായിട്ട് ശിവാനിക്ക് അങ്ങോട്ട് പാടാൻ പറ്റിയില്ല. ഇതൊക്കെ വൃത്തിയായിട്ട് പാടി. ഇപ്പോൾ എം ജി എണ്ണം പാടിച്ചപ്പോൾ മനോഹരമായിട്ട് പാടി. ആ സംഗതികൾ വരെ ഉഗ്രായിട്ട് പാടി. അതങ്ങ് കൈവിട്ട് പോയി. അതുപോലെ തന്നെ ചരണവും മുകളിലുള്ളത് പിന്നെ അത് കുഴപ്പമില്ല, അതെങ്കിലും പാടിയല്ലോ. അതൊക്കെ രസമായിരുന്നു ശിവാനി. പക്ഷേ ഈ എല്ലാം ഈ അനുപല്ലവി ചരണം എന്ന് പറഞ്ഞ എല്ലാം മുകളിലല്ലേ. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ഒന്ന് നന്നാക്കാമായിരുന്നു. അത്രേ ഉള്ളൂ. ഇതൊക്കെയാലും നല്ല കോൺസെപ്റ്റ്, എല്ലാവരും മനോഹരമായിട്ട് ചെയ്തു. താങ്ക് യു സർ. ചേച്ചി. ശിവാനി പെണ്ണേ, എന്തോ ഓ എൻ്റെ ഫേവററ്റ് സോങ് ആണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. താങ്ക് യു ഫോർ ദിസ് ലവ്ലി സോങ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കുന്ന ദാസങ്കളുടെ കൂടെ ഞാനിത് സ്റ്റേജിൽ ഇത് റിലീസായ സമയത്ത് ഞാൻ സ്റ്റേജിൽ പാടാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എനിക്ക് ഈ ഓവർ സ്ഫുടത എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ദാസങ്കൾ പറഞ്ഞു എല്ലാം ഞാൻ സ്ഫുടമായിട്ട് പാടാനുള്ള ശ്രമം നടത്തും. അപ്പോൾ ഈ യോ 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 അതുണ്ടല്ലോ, അത് ഞാൻ യോ 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 മോളെ നിന്ന് ഇങ്ങനെ എന്തിനാ ഇത്രമാത്രം സ്ഫുടമാക്കണ്ട. അപ്പോൾ ഇത് ഈ പാട്ട് ആ സമയത്ത് ഭയങ്കര ഹിറ്റാണല്ലോ. അപ്പോൾ അത് കുറേ വേദികളിൽ പാടിയിട്ടുണ്ട്. അങ്കിളുടെ കൂടെ തന്നെ പാടാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് അതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. വെച്ചാൽ അതിൽ മമ്മൂക്ക വരുന്നൊരു സീനുണ്ട്. എന്ന് വെച്ചാൽ ദാസങ്കളുടെ ശബ്ദം കയറി വരുമ്പോൾ നമുക്കൊക്കെ കോരിത്തരിക്കും. അത് തിയേറ്ററിൽ പറയാതെ എന്നുള്ള ആ സംഭവമല്ലേ, അപ്പോഴാണ് മമ്മൂക്കയുടെ എൻട്രി. അതൊരു ഭയങ്കര ഫീലായിരുന്നു തിയേറ്ററിൽ അത് കാണുമ്പോൾ. എനിക്ക് ആ ഇത്രയും ആക്ടിവിറ്റി ചെയ്തതിൻ്റെ ഇടയിൽ കുറച്ച് ഒന്ന് കിതച്ചു. കാരണം ഇത് ഡ്യുവറ്റ് അല്ലേ. ഒന്നാമത് ഇത് ഡ്യുവറ്റായിട്ട് പാടുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒറ്റയ്ക്ക് എല്ലാ വരിയും കൂടെ കടപടയെന്ന് പാടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും മോള് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയത്. ഇടയിൽ ലിറിക്സ് അങ്ങ് മറന്നുപോയി അല്ലേ, ഇമോഷണലായി. അതിൻ്റെ ഇടയിൽ അതങ്ങ് മറന്നുപോയി, വിട്ടുപോയി. കുഴപ്പമില്ല, സാരില്ല. എന്തായാലും ഒരു ആഘോഷമായിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. അമ്മമാരൊക്കെ വന്ന് ഇവിടെ ഡാൻസ് ചെയ്തതൊക്കെ ശരിക്കും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു. ഞാനും ഇതുപോലെ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പാടാൻ വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. നമ്മൾ കുറച്ച് നേരമേ അവരുടെ കൂടെ ഇരിക്കുന്നുള്ളൂ. എന്നാലും ഇറങ്ങി പോവാൻ സമയം നമ്മുടെ കൈ പിടിച്ചിട്ട് മോള് പോവുകയാണോ, ഇനി വരുമോ, ഇനി എപ്പോൾ വരും, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് തന്നെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയാണ്. കാരണം അവർ നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു. ആരെങ്കിലും കൂടെ ഇരിക്കണം എന്നുള്ള വലിയ ആഗ്രഹം. ശരിക്കും ഈ കൂട്ടുകുടുംബമൊക്കെ ഉണ്ടല്ലോ പണ്ട് കാലത്ത്, കൂട്ടുകുടുംബത്തിൻ്റെ ഒരു ഭംഗി അതായിരുന്നു. അടിപിടി ബഹളം കുശുമ്പ് ഇതൊക്കെ ഉണ്ടാവും ഫാമിലിക്ക് അകത്ത്. എന്നാലും എല്ലാവരും ചേർന്നിട്ടുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു മോളെ ഫോർ ദിസ് വണ്ടർഫുൾ കോൺസെപ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഷാനിക്ക. ശിവാനി സാർ 8.6. താങ്ക് യു സാർ. താങ്ക് യു. ശരത് സർ. ശിവാനി സാർ 8.7. താങ്ക് യു. ചേച്ചി. ശിവാനി ചേച്ചി ഈ കോൺസെപ്റ്റിന് എല്ലാം കൂടി 8.8. താങ്ക് യു. എം ജി സാർ. ഒരു കേക്ക് മാർക്ക്. ഓക്കെ കേക്ക് വാക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 26.1. താങ്ക് യു. ഓക്കേടാ. ശിവാനിയുടെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ആ ഒരു എഫക്റ്റിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. പക്ഷെ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ നമ്മുടെ സർക്കാരിന്റെ പാലിയേറ്റീവ് കെയർ പദ്ധതിയെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. റീസെന്റ് നമ്മളൊരു ടോക്കിൽ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കായിരുന്നു. സർ, ശരിക്കും ഇത് ആദ്യമായിട്ട് എവിടെയാണ് സർ സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയോ? പാറു, ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം കൊണ്ടുവന്നത് 2008 കേരളത്തിലാണ്. അത് നമുക്ക് അഭിമാനിക്കാം ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO അവരുടെ അഫിലിയേഷനും കിട്ടിയിരിക്കുകയാണ് 2024. ഇതൊക്കെ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ആണ്. അതെ, തീർച്ചയായിട്ടും. ഷാൻ, അത് മാത്രമല്ല നമ്മുടെ ഗവൺമെന്റ് അതെ, ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്യുന്നുണ്ട്. അതെ, അതായത് സർക്കാർ മേഖലയിൽ 1141 പ്രാഥമിക യൂണിറ്റുകൾ, പ്രധാന ആശുപത്രികളിൽ 113 സെക്കൻഡറി ലെവൽ യൂണിറ്റുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിൽ 231 യൂണിറ്റുകൾ, 8 മെഡിക്കൽ കോളേജുകളിൽ RCC, MCC എന്നിവിടങ്ങളിലും വിപുലമായ സംവിധാനങ്ങൾ, കൂടുതൽ പദ്ധതികൾ ലക്ഷ്യമിട്ടുകൊണ്ട് ശാസ്ത്രീയ പരിചരണം, പാലിയേറ്റീവ് യൂണിറ്റുകൾക്കായിട്ട് ക്വാളിറ്റി കൺട്രോൾ സംവിധാനം, വയോജന പരിചരണവും സാന്ത്വന പരിചരണവും സംയോജിപ്പിക്കുക. ഇങ്ങനെ കുറേ പദ്ധതികളുടെ പ്ലാൻ നമ്മുടെ ഗവൺമെൻറ് ഇട്ടിട്ടുണ്ട്. അല്ല, നമ്മുടെ സർക്കാരിന് ഒരുപാട് നന്ദി പറയണം. ഇതുപോലത്തെ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നതിന് ഒരുപാട് നന്ദി പറയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സാറ് നേരത്തെ പറഞ്ഞു പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കൂടി വരുന്നത് കൊണ്ടാണ് നമ്മുടെ സർക്കാർ പോലും ഇത്തരം പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നത്. എന്തായാലും ഒരുപാട് നന്ദി സർക്കാരിന്.